ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ റഷ്യയിലേക്ക് ക്ഷണിച്ച് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അദ്ദേഹം തങ്ങളുടെ രാജ്യത്ത് എത്തുകയാണെങ്കിൽ ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പുടിൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടത്. എന്നാൽ യാതൊരു കാരണവശാലും താൻ റഷ്യയിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി മറുപടി പറഞ്ഞു. ജീവഭയമുള്ളത് കൊണ്ടാണ് താൻ പോകാത്തത് എന്നുള്ളതും അങ്ങനെ തന്നെ പോയ അതേ രീതിയിൽ തന്നെ തിരിച്ചെത്തും എന്നതിന് യാതൊരു ഉറപ്പും ധൈര്യവും ഇല്ല എന്ന് ഉക്രൈൻ്റെ ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടു. ചില ഉദാഹരണങ്ങളും അവർ നിരത്തിയിട്ടാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിന് മറുപടി നൽകുന്നത്. അപ്പോൾ ഈ ഉക്രൈൻ്റെ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അതേ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. റഷ്യ അല്ലാത്ത മറ്റേതൊരു രാജ്യത്തേക്കും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. അതിന് സ്ഥലവും സൗകര്യവും പറഞ്ഞാൽ മതി, ഞങ്ങൾ എത്തിക്കൊള്ളാം എന്നുള്ളതാണ് അദ്ദേഹം സെലൻസ്കി ഈ വിഷയത്തിന് മറുപടി പറഞ്ഞത്. എന്നാൽ ഒന്നും കൂടി കടന്നുകൊണ്ട് ഉക്രൈൻ്റെ പത്രങ്ങളും മീഡിയക്കാരും സെലൻസ്കിക്ക് പിന്തുണ അറിയിക്കുന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളും അഭിമുഖങ്ങളും ഇപ്പോൾ നടത്തി വരികയാണ്. അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പേഴ്സണൽ ട്രൂപ്പായ, അതായത് റഷ്യൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പേഴ്സണൽ ട്രൂപ്പായ വാഗ്നർ ഗ്രൂപ്പ് തലവൻ പ്രിഗോഷിൻ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു. അതാണ് അതിൻ്റെ കാര്യം. ഇദ്ദേഹമായിട്ട് ഒരുപാട് വലിയ ബന്ധമുള്ളതായിരുന്നു. അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന കുക്കായിട്ടാണ് ഈ പറയപ്പെട്ട പ്രിഗോഷിൻ റഷ്യയിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിലും വകുപ്പിലും നേരിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രിഗോഷിന് സാധിച്ചു. പേഴ്സണൽ ട്രൂപ്പാക്കിയിട്ട് റഷ്യയുടെ പ്രസിഡന്റ് ഇദ്ദേഹത്തെ മാറ്റി. അങ്ങനെ രാജ്യത്തിൻ്റെ അകത്തുള്ള സൈനിക സംവിധാനങ്ങളെല്ലാം ഒരു പരിധി വരെ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു, പ്രാക്ടിക്കൽ നൽകി, ആയുധങ്ങൾ നൽകി. അങ്ങനെയാണ് ഈ പ്രിഗോഷിനെ പുടിൻ കൊണ്ടു നടന്നത്. അപ്പോൾ രാജ്യത്തിലെ സൈനികരാകുന്ന സമയത്ത് അതിന് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ചില മറുപടി കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും എന്നുള്ള സ്ഥലത്തും അല്ല അത്തരം വിഷയം ഉണ്ടാകുന്ന ഏരിയയിലൊക്കെ സാധാരണഗതിയിൽ പോകാറുള്ളത് ഈ പ്രിഗോഷിനും അവരുടെ ടീമുമാണ്. ഇത് പേഴ്സണൽ ട്രൂപ്പാണ്. 2023 ഓഗസ്റ്റ് 23 സ്വകാര്യ ജെറ്റ് വിമാനത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രിഗോഷിൻ കൊല്ലപ്പെടുന്നു. എംആർആർ ലെജൻസി 600 അതാണ് അവരുടെ സ്വകാര്യ ജെറ്റിൻ്റെ പേര്. എംപയർ ലെജൻസി 600 റഷ്യയിലെ ടിവർ ഓബ്ലസ്റ്റിൽ വെച്ച് തകർന്നു വീണു. വിമാനത്തിൽ 10 പേരുണ്ടായിരുന്നു, 10 പേരും കൊല്ലപ്പെട്ടു. 7 യാത്രക്കാരും 3 ക്രൂ അംഗങ്ങളും ഒരേ സമയത്ത് കൊല്ലപ്പെട്ട ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവം. വിമാനത്തിൽ സ്ഫോടനം നടന്നു എന്ന് റഷ്യ അപ്പോൾ തന്നെ ആരോപിച്ചു. സ്ഫോടനം നടന്നു എന്ന് പറയുന്ന സമയത്ത് സ്ഫോടക വസ്തുക്കൾ വേണം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഒരു വിമാനത്താവളത്തിൽ നിന്നാണ് അത് വരുന്നത്. റഷ്യയുടെ മറ്റൊരു വിമാനത്തിലേക്കാണ് അത് പോവുകയും ചെയ്യുന്നത്. ഏകദേശം 45 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ യാത്രക്കിടയിൽ ഇത്രയും സ്ഫോടക വസ്തു കാര്യങ്ങളുണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ റഷ്യയുടെ സൈന്യത്തിനാണ് അതിൻ്റെ പോരായ്മകളുള്ളത്. അതിന് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് അന്ന് ചർച്ചയുടെ ഭാഗമായിട്ടൊക്കെ വന്നിരിക്കുന്നത്. 2023 ജൂണിൽ ഇതിന്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഈ യുക്രൈൻ്റെ പത്രങ്ങൾ പറയുന്നു. 2023 ജൂണിൽ പ്രിഗോഷിൻ റഷ്യൻ സൈന്യത്തിനെതിരെ മോസ്കോയിലേക്ക് ഒരു പ്രകടനം നടത്തി, ഒരു മാർച്ച് നടത്തി എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ നേരിട്ട് പങ്കെടുത്ത വിഭാഗമാണ് പ്രിഗോഷിൻ്റെ ഈ വിഭാഗം, ഈ പറയപ്പെട്ട വാഗ്നർ ഗ്രൂപ്പ്. അവരായിരുന്നു യുദ്ധ മുനമ്പിലുണ്ടായിരുന്നത്. യുദ്ധത്തിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചു. പിന്നീട് ഈ ഉക്രൈൻ്റെ പ്രതിരോധം ശക്തമായതോടുകൂടി റഷ്യയുടെ സൈന്യം കൂടുതലായിട്ട് വരണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ റഷ്യയുടെ സൈന്യം കൂടുതൽ എത്തുകയും ചെയ്തു. പിന്നീട് റഷ്യൻ സൈന്യവും ഉക്രൈൻ സൈന്യവും സംയുക്തമായ രീതിയിൽ റഷ്യൻ സൈന്യവും പ്രിഗോഷിൻ്റെ സേനയും വാഗ്നർ ഗ്രൂപ്പും സംയുക്തമായ രീതിയിൽ ഉക്രൈൻ്റെ സൈന്യത്തെ നേരിടാൻ തുടങ്ങി. എന്നാൽ ചില ഘട്ടങ്ങളിലൊക്കെ റഷ്യൻ സൈന്യം അപകടം നിറഞ്ഞ മേഖലയിലേക്കും മരണം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഏരിയയിലേക്കും ഈ പറയപ്പെട്ട പ്രിഗോഷിൻ്റെ വിഭാഗത്തെ മാത്രമാക്കി. അങ്ങനെ അവരിൽ നിന്ന് മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്തു. ഇത് പ്രിഗോഷിൻ പരാതിയായിട്ട് റഷ്യൻ സൈന്യത്തോട് പറഞ്ഞു. റഷ്യൻ സൈന്യം അത് മുഖവിലക്കെടുത്തൊന്നുമില്ല. അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളൊന്നും ഈ പ്രിഗോഷിൻ്റെ സേനയ്ക്ക് കൊടുക്കാതെയായി. അവർ തമ്മിൽ അംഗം വെട്ടുന്ന രീതിയിൽ അകന്നു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ ഒരേ യുദ്ധ മുനമ്പിൽ നിന്ന് 2 വിഭാഗമായി ചേരിതിരിയുന്ന ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ
പ്രിഗോഷിൻ പറഞ്ഞു തങ്ങൾക്ക് സൈന്യത്തെ തന്നിട്ടില്ല, തങ്ങൾക്ക് വേണ്ട രീതിയിൽ ആയുധങ്ങൾ തന്നിട്ടില്ലെങ്കിൽ തങ്ങൾ നിങ്ങൾക്കെതിരെ പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ 25,000-ഓളം വരുന്ന സൈനിക വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രിഗോഷിൻ വിഭാഗം മോസ്കോയിലേക്ക് ഒരു മാർച്ച് നടത്തി. ആ മേഖലയിലുള്ള എല്ലാ ഏരിയകളും തകർക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു അവർക്ക് സൈനിക കവചിത വാഹനങ്ങൾ, ടാങ്കുകൾ, യുദ്ധ സംവിധാനങ്ങൾ എല്ലാം സ്വരൂപിച്ചു കൊണ്ടുള്ള ഒരു യാത്രയും ചെറു വിമാനങ്ങളും അവരെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത് പിന്നെ മോസ്കോയിൽ എത്തുന്നതിന് മുമ്പ് പിന്നെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു മധ്യസ്ഥ കരാർ പ്രകാരം അത് അവസാനിപ്പിച്ചു. അല്ലെങ്കിൽ 25,000 സൈനികരെയും തിരിച്ചു കിട്ടാത്ത രീതിയിൽ പ്രത്യാക്രമണം പുട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള രീതിയൊക്കെയാണ് വന്നത്. അതൊരു വല്ലാത്ത രീതിയിൽ ആഘാതമായി പോയി ഈ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് പുട്ടിൻ പിന്നെ ഒരു മധ്യസ്ഥത രീതിയിലേക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മധ്യസ്ഥ രീതിയിലേക്ക് എത്തുന്നു. മധ്യസ്ഥരായിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. പ്രിഗോഷിൻ വരുന്നു. അങ്ങനെ സംസാരിച്ചു എന്നും പറയുന്നുണ്ട്, സംസാരത്തിന് മുമ്പ് എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും 10 പേരാണ് വന്നത്, 7 പേരാണ് അവരുണ്ടായിരുന്നത്, ആ സംഘത്തിലുണ്ടായിരുന്നത്. 3 പിന്നെ ക്രൂ അംഗങ്ങളാണ്. അതിന് നേരെ മിസൈൽ, അതിശക്തമായിരിക്കുന്ന മാരകമായിരിക്കും മിസൈൽ പായിപ്പിച്ചുകൊണ്ട് ഈ വിമാനം ആക്രമിക്കുന്നു. വിമാനത്തിൻ്റെ അകത്തേക്ക് തുളച്ചു കയറി അതിനുള്ളിൽ പൊട്ടിത്തെറിച്ച് ശരീരങ്ങളൊക്കെ ചെതറുന്ന രീതിയിലാണ് മരണം സംഭവിച്ചതെന്നാണ് അന്നത്തെ റിപ്പോർട്ട് പറയുന്നത്. പിന്നീട് ആരുടെ ശരീരമാണ് എന്ന് ബോധ്യമാകാൻ വേണ്ടി DNA പരിശോധന പോലും നടത്തേണ്ടി വന്നിട്ടുണ്ട്. ആ രീതിയിലായിരുന്നു അവരുടെ മൃതദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്ന് ചുരുക്കം. ഇവർ ചെയ്ത സേവനങ്ങൾ, അതായത് രാജ്യത്തിൻ്റെ അകത്ത് ഈ ഗുണ്ട ആക്ട് പോലെയാണ്. അതായത് കൂലിച്ചട്ടമ്പിയൊക്കെ ഉണ്ടാവില്ല, പണം കൊടുത്തിട്ട് ആളുകൾ കാലും കൈയും വെട്ടുന്ന ഒരു പ്രവൃത്തികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ അതിന് ഉപയോഗിക്കുന്ന വിഭാഗമാണ് ഈ വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പണം വാങ്ങിയിട്ട് ഇവർ ആ സേവനം ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ സേവനം ചെയ്ത മേഖല 2014-15 കാലത്ത് ഇതേ ഉക്രൈനുമായി ബന്ധപ്പെട്ട് ഇവർ ഇടപെട്ടിട്ടുണ്ട്. 14-15 ഉക്രൈൻ ക്രിമിയ എന്ന് പറഞ്ഞ 2 സ്ഥലത്തും ഇവർ ഇടപെട്ടിട്ടുണ്ട്. 2017-19 സിറിയയിൽ ഇടപെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 19 കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ ഇടപെട്ടിട്ടുണ്ട്. പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ ഒളിപ്പിക്കുക, അവർ ഹാജരാവും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ആരാണോ വിളിക്കുന്നത്, ആരാണോ പണം കൊടുക്കുന്നത് അവർക്ക് അനുകൂലമായിട്ടല്ലേ ഈ ഗുണ്ടകളൊക്കെ ചെയ്യുക. അതേ പ്രവൃത്തി തന്നെ 2022 മുതലാണ് റഷ്യക്ക് വേണ്ടിയിട്ട് ഉക്രൈനിൽ സജീവമാകുന്നത്. 50,000-ത്തിലധികം സൈനികരുണ്ട് എന്നാണ് അമേരിക്കയുടെ കണക്ക്. ബ്രിട്ടന്റെ കണക്ക് പ്രകാരം 35,000+ ആണ് പറയുന്നത്, അതിൻ്റെ മേലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരെ ഈ സൈനികരെ എങ്ങനെ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത്. അത് 30,000-ത്തോളം എങ്കിലും സൈനികർ റഷ്യയുടെ ജയിലിൽ കിടക്കുന്നവരാണ്. റഷ്യയുടെ ജയിലിൽ വെച്ച വധശിക്ഷ കാത്ത് കഴിയുന്നവരും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരും രാജ്യദ്രോഹ കുറ്റത്തിനും കൊലപാതകത്തിനുമായ രീതിയിൽ ഒരിക്കലും ജയിലിൻ്റെ പുറത്ത് ഇറങ്ങുകയില്ല എന്ന് ഉറപ്പുള്ള വിഭാഗത്തെ അവരെന്ത് ചെയ്യും, ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഏതായാലും അവർ മരിക്കാനുള്ളതാണ്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ അത്രയും കാലം ജീവിക്കുന്നിടത്തോളം കാലം സൈനികരായിട്ട് യൂണിഫോം കെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ലോക രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് ജീവിക്കാമല്ലോ എന്ന് വിചാരിക്കും ഈ വിഭാഗം. അതുകൊണ്ട് പരമാവധി അത്രയും ആളുകളാണ് ഇതിലുള്ളത്. ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള, ക്രിമിനൽ സ്വഭാവമുള്ള ആ രീതിയിലുള്ള ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളതെന്ന് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ മനുഷ്യത്വപരമായിരിക്കുന്ന ഒരു സമീപന രീതികളൊന്നും ഉക്രൈൻ്റെ വാഗ്നർ ഗ്രൂപ്പിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ആ ടൈപ്പ് അല്ല, അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ ആ ടൈപ്പ് അല്ല എന്നുള്ളത്. അപ്പോൾ ആ ക്രിമിനൽ സ്വഭാവമുള്ള വിഭാഗത്തെയാണ് യുദ്ധത്തിലൊക്കെ ആക്കുന്നത് എന്നതിനാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് കണക്കൂട്ടുന്നത്. എന്തിനാണ് നമ്മളിത് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോസ്കോയിലേക്ക് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ക്ഷണിക്കുന്നു. ഇനി ഈ അദ്ദേഹം സന്ദർശിച്ച ശേഷം വിമാനാപകടവുമായിട്ട് ബന്ധം 2 വിമാനാപകടം ഇപ്പോൾ നിലവിൽ തന്നെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഈ പ്രശ്നത്തിനിടയിൽ നടന്നിട്ടുണ്ട്. ഒരു വിമാനാപകടവുമായിട്ട് ബന്ധപ്പെട്ട സൈനികരാണ് എന്ന് പറയുന്നത് 175 പേർക്ക് കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു വിമാനാപകടത്തിൽ യാത്രക്കാരടക്കം കുറച്ച് പേർ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ട്, അങ്ങനത്തെ 2 ദുരന്തം പബ്ലിക്കിൽ ലോകം അറിഞ്ഞതും അറിയാത്ത 2-3 ചെറുവിമാനങ്ങളുടെ ദുരന്തം വേറെ നടന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് ഉക്രൈൻ റഷ്യൻ സംഘർഷാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പോയാൽ വളരെ ദുരൂഹമായ സാഹചര്യത്തിലോ അപകടകരമായിരിക്കുന്ന സാഹചര്യത്തിലോ ഉക്രൈൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി അതിൽ ഇടപെടാൻ, വല്ലാത്തൊരു യുദ്ധം പോലെയുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അത് ഇടപെടാനൊന്നും അമേരിക്ക വരില്ല. കാര്യം അമേരിക്ക തന്നെ ഇപ്പോൾ ഒടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ അവർക്ക് വലിയ പ്രയാസ കാര്യങ്ങളുണ്ട്.
അതുകൊണ്ട് സെലൻസ്കിയെ സംബന്ധിച്ച ഒരാൾ ചിന്തിക്കുന്നത് ഞാൻ ധൈര്യപൂർവ്വം അങ്ങോട്ട് പോന്നിട്ട് സമാനമായ രീതിയിൽ തിരിച്ചെത്തും എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. വല്ല കാരണവശാലും ഈ ദുരന്തം അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോഴും തെളിയാത്ത ഒരുപാട് രാഷ്ട്ര ഭരണാധികാരികളുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ മുമ്പിലിരിക്കുക നമ്മൾ എന്തിന് ഒരു ദുരന്തം വിളിച്ചു വരുത്തുക എന്നുള്ളത്. ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്കുള്ള യാത്രാ മധ്യേ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. സംഭവം ഹെലികോപ്റ്റർ ഈ പ്രകൃതി സംബന്ധമായിരിക്കുന്ന കാറ്റത്തൊക്കെ കുടുങ്ങിപ്പോയിട്ട് മുകളിൽ വീണതാണ്, അല്ലെങ്കിൽ തായ്വാരത്തിലേക്ക് തകർന്നു വീണാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ദുരൂഹതയുടെ ചെറിയൊരു ഭാഗം അടുപ്പയും ബാക്കിയാണ്. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് മാരകമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന ആ മുഹൂർത്ത ഘട്ടത്തിലാണ് റഷ്യയുടെ പ്രസിഡന്റ് അപ്രത്യക്ഷനാകുന്നത് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല ആ പ്രസിഡന്റിനോടൊപ്പം വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു, സൈനിക കമാൻഡർ ഉണ്ടായിരുന്നു, രാജ്യത്തിലെ തന്ത്രപ്രധാനമായിരിക്കുന്ന 4-ലധികം നേതാക്കന്മാർ ഒരേ ഹെലികോപ്റ്റർ സഞ്ചരിച്ച ഒരു സമയത്താണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. 2 ഹെലികോപ്റ്റർ ഇവർക്ക് അകമ്പടിയായി സുരക്ഷയായിട്ട് പോയി. അവർക്ക് 2 യാതൊരു കുഴപ്പമില്ല. സാധാരണഗതിയിൽ ഇത്തരം ഒരു രാഷ്ട്ര നേതാക്കന്മാർ ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യാൻ തന്നെ പാടില്ല. പകരം എന്ത് ചെയ്യണം, 3 ഹെലികോപ്റ്റർമാർ ഡിവൈഡ് ചെയ്യണം. അതുണ്ടായിട്ടില്ല. അങ്ങനത്തെ കുറേ വിഷയങ്ങൾ അതിലുണ്ട്. ഈ ഒരു ഭയപ്പാടുള്ളത് കൊണ്ടാണ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യയെ സന്ദർശിക്കാത്തത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം.